ഇപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ട വികസനം ഇതുവരെ തൃപ്പൂണിത്തുറയ്ക്ക് കിട്ടിയിട്ടില്ല. എത്ര കോടി രൂപയാണ് കട കൊടുത്തേക്കുന്നത്? അപ്പോൾ 12 കോടി പോയിട്ട് 2 കോടി രൂപ പോലും അവിടെ മുടക്കിയിട്ടില്ല. വികസനം വരണമെങ്കിൽ NDA സ്ഥാനാർത്ഥി ജയിക്കണം, ജയിക്കേ പറ്റൂ. ജനങ്ങൾക്ക് ഇടതിനെയും വലുതിനെയും മടുത്ത് അവർ പുതിയൊരു മാറ്റത്തിനായിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും NDA സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. തൃപ്പൂണിത്തുറയിൽ NDA വന്നം ഒരു നല്ല മാറ്റം വേണം, അതാണ് ആവശ്യം. ജനങ്ങളെല്ലാവരും ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. താലൂക്ക് ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു അർജൻറ്റായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡോക്ടർമാരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സാധാരണക്കാരായുള്ള ആൾക്കാരാണ് അധികം തൃപ്പൂണിത്തുറയിലുള്ളത്. സാംസ്കാരിക നഗരമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു വ്യക്തി നമ്മുടെ ഇവിടെ ജയിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഒരു NDA സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും വികസനം, റോഡാണെങ്കിലും നമ്മുടെ ആശുപത്രിക്കാണെങ്കിലും എല്ലാം കൊണ്ടൊരു വികസനം ഉണ്ടാവും. അതുകൊണ്ട് ഇത്ര നാളും ഇടതും വലതും ഭരിച്ചിട്ട് നമുക്കിവിടെ പറയത്തക്ക വികസനം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മോദി സർക്കാരിനെ എല്ലാവർക്കും, മോദിജീനെ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. മോദിജി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ ഭരിക്കണത്, മുനിസിപ്പാലിറ്റി ഭരിക്കണ നമ്മുടെ BJP പാർട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ പാർട്ടി വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും കൂടുതൽ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് കഴിവുള്ള കാര്യകർത്താക്കളും ആൾക്കാരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഇരിക്കണതാണ്. ഒന്നാമത്തെ തൃപ്പൂണിത്തുറക്കാരുടെ പ്രധാന ആവശ്യം ട്രെയിൻ നിർത്തണം എന്നുള്ളത് ഭയങ്കര ആവശ്യമാണ്. കുറേ ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല. ട്രെയിൻ വേണമെന്ന് കുറേ നാളായി ഇവിടുത്തെ ജനത സമരം ചെയ്യുന്നു. അതെങ്ങനെയാണ് നിർത്തിത്തരണം. അതിനുവേണ്ടി നമുക്ക് പരമാവധി കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം ചെലുത്താൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ്. അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥി ഇപ്പോൾ ഇന്നാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചത് തന്നെ കോൺഗ്രസിൽ തന്നെ ഒരു ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ്. CPMൻ്റെയും സ്ഥാനാർത്ഥി, ഇപ്പം നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി നല്ലൊരു മികവത്തൊരു സ്ഥാനാർത്ഥിയാണ്. നമുക്ക് നല്ലൊരു NDAയുടെ ഒരു വലിയൊരു വോട്ടും ശതമാനം നമുക്കിവിടെ കിടപ്പുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കൊണ്ടും അതുമാത്രമല്ല നമ്മളൊരു 15,000 വോട്ടും കൂടി കൂടുതൽ പിടിച്ചാൽ, നമുക്ക് നിലവിൽ കിട്ടിയേക്കണ ഒരു 15,000 വോട്ടും കൂടി കൂടുതൽ പിടിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് വെച്ച് ഇപ്പോഴത്തെ ദുർഭരണവും കോൺഗ്രസിൻ്റെ ഈ ദുർഭരണത്തിനെതിരെ സപ്പോർട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അന്ന് ഇതിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം പോലും നടത്തുന്നില്ല. ഇവിടെ ശബരിമല വിഷയം, ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരുടെ പേരിൽ ഒരു കേസുമില്ല. ഇവിടെ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ സമരങ്ങൾ നടത്തിയ പാവപ്പെട്ട ഈ പ്രവർത്തകരുടെ പേരിലാണ് നിറച്ച കേസ്. എന്നിട്ട് ഇവർ ഈ പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ കള്ളത്തരം പറയുന്നു, മറ്റുള്ളവരുടെ മുമ്പ് എല്ലാ കള്ളപ്രചരണങ്ങളാണ് നടത്തുന്നത്. ഇവിടെ ജനങ്ങൾക്കൊരു ചെറിയൊരു കൊച്ചു വരെ, ജനിക്കുന്ന കൊച്ചു വരെ ഇവിടെ കടത്തിലാണ്. ആ അവസ്ഥയിലാണ് ഇവിടുത്തെ കേരളത്തിൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ പെൻഷൻ കൊടുത്തത് എത്ര കോടി രൂപയാണ് കട കൊടുത്തേക്കുന്നത്? ഇതാര് അടക്കും? ഇതെവിടെ നിന്നെടുത്തിട്ട് അടക്കും? ഇത് അടക്കാനുള്ള എന്ത് വരുമാനമുണ്ട് കേരളത്തിന്? അതിനെക്കുറിച്ച് പോലും ഇതുപോലും ബോധവൽക്കരണം പോലും ഇല്ല. ഇവിടുത്തെ ഒരു നമ്മുടെ LDFൻ്റെ ഒരു ഭരണകൂടം വളരെ മോശപ്പെട്ട രീതികളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ അതുപോലെ. ഞാനിപ്പോൾ പറയുന്നത് മാറ്റങ്ങൾ വന്നു, പുതിയൊരു ഭരണം വന്നു. ഈ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം ഇവിടെ ഒരു പുതിയൊരു സ്ഥാനാർത്ഥി ജയിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം, എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം. ചേട്ടൻ എത്ര വർഷമായി തൃപ്പൂണിത്തുറ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ എനിക്ക് 45 വയസ്സുണ്ട്. ഞാൻ 81-ൽ ജനിച്ചത്. അപ്പോൾ എത്ര വർഷമായെന്ന് 45 വയസ്സുണ്ട്. അപ്പോൾ എത്ര വർഷമായെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ തൃപ്പൂണിത്തുറയുടെ പൾസും തൃപ്പൂണിത്തുറ മണ്ഡലത്തിനെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ കാണിച്ചു. ഇപ്പോൾ നഗരസഭയിൽ ഇപ്പോൾ തന്നെ അവിടെ മാള് നടത്തി. മാളിൻ്റെ ആകെ വരുമാനം 2,500 8 വർഷം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ പുതിയൊരു ഭരണസമിതി വന്നു. ഇവിടെ BJPയുടെ ഒരു ഇത് വന്ന് നഗരസഭ ഭരിച്ചു. ഇപ്പോൾ അവർ നല്ല ഭരണം കഴിച്ചു നോക്കുന്നുണ്ട്. മാള് കയറി 1 മാസം കഴിഞ്ഞപ്പോൾ അത്
അതിൻ്റെ വാടകയ്ക്ക് കൊടുത്ത് അതിനുള്ള ഒരു വരുമാനം കണ്ടെത്തി. അങ്ങനെ ഇഷ്ടംമാരെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ ഇവിടെ BJPക്കാണ് വിജയസാധ്യത. ഇവിടെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ BJPക്കാണ് ഇവിടെ വിജയ സാധ്യത ഏറ്റവും ഒരു 100% അത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഓരോ വ്യക്തികളും പറയുന്നത് കേൾക്കാം. ഇവിടെ അത് BJP ഇവിടെ ജയിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BJP ജയിക്കുള്ളൂ. ഇനി ഒരു ഭരണമാറ്റം വേണം, അതാണ് ഇവിടെ വേണ്ടത്. കാലാകാലങ്ങളായിട്ട് ഇവിടെ കോൺഗ്രസിൻ്റെ CPMനെ മാറി മാറി വരുന്ന ആൾക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ട വികസനം ഇതുവരെ തൃപ്പൂണിത്തുറയ്ക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സ്വരാജ് MLA ആയിരുന്ന സമയത്ത് ഇവിടെ അന്ധകാരത്തോട് എന്ന് പറഞ്ഞ തോട്, അത് കനാല് പുനരുദ്ധാരണത്തിന് 12 കോടി രൂപ മാറ്റി വെച്ചിട്ട് അത് നവീകരിക്കും, ബോട്ട് ഓടിക്കും എന്നൊക്കെ പറഞ്ഞാണ് പരിപാടി തുടങ്ങിയത്. പക്ഷേ 12 കോടി പോയിട്ട് 2 കോടി രൂപ പോലും അവിടെ മുടക്കിയിട്ടില്ല. ആ തോടിൻ്റെ അവസ്ഥ ഇപ്പോൾ നാട്ടുകാർക്ക് കാണാവുന്നതാണ്. അതുപോലെ നല്ലൊരു നടപ്പാതയില്ല തൃപ്പൂണിത്തുറയിൽ. ഇപ്പോൾ ഒരു 6 മാസം മുമ്പാണ് വടക്കേക്കോട്ടയിൽ ഒരു അമ്മുമ്മ ഒരു കാനയിൽ വീണത്. അപ്പോൾ തൃപ്പൂണിത്തുറ സമഗ്രമായ പുരോഗതിക്കും ഒരു ക്ഷേമത്തിനും വേണ്ടി BJP വരണം. കാരണം BJPക്ക് അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. ഈ അവസരത്തിൽ BJP ഘടകകക്ഷിയായ 2020 ഒപ്പമാണ് ഈ മത്സരത്തെ നേരിടുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ SIR പ്രകാരം ഏതാണ്ട് 24,000 വോട്ട് റദ്ദാക്കിയിട്ടുണ്ട്. അതായത് ഇരട്ട വോട്ടുകൾ. പുതിയ SIRൻ്റെ ഒരു ക്രമീകരണം അനുസരിച്ചിട്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ 24,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 24,000 വോട്ട് ആരെയാണ് ഭൂരിഭാഗം പോകുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഈ അവസരത്തിലാണ് BJPയുടെ പ്രസക്തി വരുന്നത്. അപ്പോൾ 2020-യുടെയും BJPയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അഞ്ജലി നായർ എന്തുകൊണ്ടും കഴിവുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു പുതുമുഖമാണെങ്കിലും അവർ ചെറുപ്പമാണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അവർ ഒരുപാട് കാര്യങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. വികസനം വരണമെങ്കിൽ NDA സ്ഥാനാർത്ഥി ജയിക്കണം, ജയിച്ചേ പറ്റൂ. ഈ നേരത്തെ ഇത് പറഞ്ഞ പോലെ അന്ധകാരത്തോടിൻ്റെ അവസ്ഥ തീരെ മോശമാണ്. 12 കോടി മുടക്കി അത് വെറുതെ ആ ചെളിവെള്ളത്തിലിട്ടിരിക്കുന്ന ഇപ്പോഴും ചെളിയായിട്ട് തന്നെ കിടക്കുന്നതാണ്. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും NDA സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ വന്നത്.